വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുപോലൊരു പാനിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊടുത്താൽ നല്ലതായിരിക്കും. കണ്ടൻസ്ഡ് മിൽക്കൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഇത് അല്പം പാലൊഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. ഓൾറെഡി കസ്റ്റർഡ് പൗഡറിൽ ചെറിയൊരു വാനില ഫ്ലേവർ ഉണ്ടാവും. എന്നാൽ അത് പാലിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവർ കുറച്ച് കുറയുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു സൈഡ് മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ പാലൊക്കെ ഏകദേശം ഒന്ന് തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം പാലൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യമെങ്കിലും ഈ പാൽ ഇതുപോലെ ഒന്ന് തിളച്ച് മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോഴേ പാൽ നല്ലൊരു തിക്കായി നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരു 2-3 പ്രാവശ്യം എന്തായാലും ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇനി നമുക്കിത് ഇതുപോലെ മിക്സ് ചെയ്ത ഈ ഒരു കസ്റ്റർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ പെട്ടെന്നല്ല ഇങ്ങനെ ഒന്ന് കുറുകി വരും ഇത്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം നല്ലോണം കുറച്ചതിന് ശേഷം മാത്രം ഇതുപോലെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു പുഡിങ് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ് റെസിപ്പിയാണ്. അതുപോലെ ടേസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കസ്റ്റർഡ് മിക്സൊക്കെ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായി ഇതുപോലെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് ഞാനിതാ കുറച്ച് ബ്രെഡ് പീസ് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇത് ഫസ്റ്റ് ഒരു ലെയറായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ട്രേ ആയതുകൊണ്ടാണ് ഞാനിതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് മിക്സ് ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആകുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ബ്രെഡ് പീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയറായി നമുക്ക് സെറ്റ് ചെയ്തെടുത്താൽ മതി. കൊടുക്കുന്ന സമയത്ത് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ബ്രെഡൊക്കെ നല്ലോണം ഒന്ന് കുതിർന്ന് കിട്ടും. അങ്ങനെ ഇതിപ്പോൾ 2ാമത്തെ ലെയറും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ പുഡിംഗ് ട്രേ ചെറുതായതുകൊണ്ട് ഇപ്പോൾ 3 ലെയർ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രേക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതൊക്കെ ഞാനിതിങ്ങനെ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സൊക്കെ വെച്ച് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്കോഫിൻ്റെ ലോട്ടസ് ബിസ്ക്കറ്റാണ് ഇതിൻ്റെ മുകളിൽ പൊടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടി ഇതുപോലെ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പുഡിംഗ് റെസിപ്പി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.